എന്ത് ഗ്രാവിറ്റിയുള്ള ഒരു വാക്കാണ് സ്നേഹമുള്ളവർ. ഇവിടെ നിന്നിരിക്കുന്ന, ഇതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മൂലധനം എന്താണ്? അവരുടെ ഈ ബ്രിംഫിൽ, ഈ വക്കോളമുള്ള സ്നേഹമല്ലാതെ. പറഞ്ഞ ക്ലീശയാകാവുന്ന പദങ്ങൾക്ക് എന്തൊരു ഉയിരാണ് കിട്ടുന്നത്, എന്തൊരു ജീവനാണ് കിട്ടുന്നത് സ്നേഹമുള്ളവരെ. പൊതുവെ കുറച്ച് പ്രഭാഷണത്തിലൊക്കെ പോകുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പദങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ ബ്ലാങ്ക് ആവുകയാണ്. എനിക്കെന്ത് പറയണമെന്നോ എവിടെ തുടങ്ങണമെന്നോ ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ജയൻ തോമസ് ആയിരിക്കണം ആദ്യം കാട്ടിയ ഗാനം എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വസ്തുത അത്രയൊക്കെ മതി ഈ ഒരു ചടങ്ങിൻ്റെ ഈർപ്പം നിലനിർത്താനായിട്ട്. ഒരു ഈർപ്പമുള്ള 2 ദിവസങ്ങളായിട്ട്, ഓർമ്മയുടെ ഈർപ്പമുള്ള 2 ദിവസങ്ങളായിട്ട് ഇത് നമ്മൾ സൂക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർമ്മ സ്റ്റക്ക് ചെയ്യാൻ വേണ്ടിയല്ല, ഓർമ്മ സ്പ്രിംഗ് ബോർഡാണ്. നമ്മളിങ്ങനെ കുതിച്ചാടാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് സ്പ്രിംഗ് ബോർഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഓർമ്മ എന്ന് പറയുന്നൊരു കാര്യം സൃഷ്ടിപരമാവുന്നത്, സർഗാത്മകമാവുന്നത്. വലിയ ടീമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി മാറിയ വിദ്യാർത്ഥികൾ, അവർ വിദ്യാർത്ഥികളെന്ന നിലയിൽ വലുട്ട് ഒരിക്കലും കരുതിയിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സ്നേഹിതരായിട്ട് തന്നെയാണ്. ആ സ്നേഹിതർ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ ഒരു സ്പ്രിംഗ് ബോർഡാക്കാൻ വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾ കുറച്ച് പേർക്ക് അത് സ്പ്രിംഗ് ബോർഡാക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുക. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇങ്ങനെ ജീവിതം 2ആയിട്ട് മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ജിമ്മിച്ചേട്ടൻ്റെ മരണത്തിന് മുമ്പും പോവാം. അതിന് മുമ്പുള്ള ഒരാളെ അല്ല ഞാൻ. അതിന് മുമ്പുള്ള ജീവിത വീക്ഷണമോ ദൈവവിചാരമോ ഒന്നുമല്ല എൻ്റെ. ഇത് കുറച്ചുകൂടി റിഫൈൻഡാണ്. ജിമ്മിച്ചേട്ടനിൽ നിന്ന് എനിക്ക് പഠിക്കാവുന്ന 1-2 പാഠങ്ങൾ വെറുതെ ഒന്ന് സൂചിപ്പിച്ചിട്ട്, കുഞ്ഞുമക്കളെ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ട് പതുക്കെ ഈ അതീവ ഈർപ്പമുള്ള ഈ ഒരു വേദിയിൽ നിന്ന് പതുക്കെ മാറിപ്പോകാമെന്നാണ് കരുതുക. ഒന്നിങ്ങനെ മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഹ്യൂമൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പല കാലങ്ങളിൽ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ പരസ്യങ്ങൾ വരാറുണ്ട്, നിങ്ങൾക്ക് ഇന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മാഞ്ചിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങളുടെ കാലത്തെ ചില പരസ്യങ്ങൾ പിന്നീട് ഫലിതമായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ജിബിച്ചേട്ടൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സുഹൃത്ത് അതാണ്, ഇങ്ങനെ മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ജിബിച്ചേട്ടൻ്റെ സ്നേഹിതരായിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെയും മനോഗതി, ദിശാബോധം അത് തന്നെയാണ്. അവരിങ്ങനെ മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഒരു നാട്ടിൻപുറത്തൊരു ചെറിയ സ്കൂളിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഗ്ലോബലായിട്ട് അവർ ചിന്തിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഇങ്ങനെ ലോക്കലി ചിന്തിച്ച് എന്ത് ചെയ്യുന്ന, ആക്ട് ചെയ്യുക, ഗ്ലോബലായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു പുതിയ വാക്ക് പോലും കോയിൻ ചെയ്യപ്പെട്ടു, രണ്ടും കൂടി ചേർന്നിട്ട്. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചെറിയ മക്കൾക്ക് അത് എന്തുമാത്രം പിടുത്തം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും വെറുതെ ആ വാക്ക് കിടന്നോട്ടെ. ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ. അതിൻ്റെ ആ പലിശയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശേഷിച്ചും ബന്ധുക്കളെന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ആദരവും പരിഗണനയും ഒക്കെ ജിമ്മിച്ചേട്ടൻ മനുഷ്യർ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പലിശ മാത്രമാണ്. അപ്പോൾ അത് മക്കൾക്കൊക്കെ ചിന്തിച്ചു തുടങ്ങാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ കുറേ കൂടി മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഹ്യൂമൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് വളരെ സയൻറ്റിഫിക്കായ ഒരു വാക്കാണ്. പക്ഷേ ലേമൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്നൊരു സംഭവം, എന്തിനകത്തും മനുഷ്യനെ ഒരു
ബെഞ്ച് മാർക്കായിട്ട് എടുത്തിട്ട് മനുഷ്യന് ഏകകമായിട്ട് എടുത്തിട്ട് ചില കാര്യങ്ങൾ കാണാൻ തുടങ്ങാന്നുള്ള കെട്ടിടം പണിയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹ്യൂമൻ സ്കെയിൽ എന്ന് വെച്ചാൽ വലിയ വീടല്ല വെക്കേണ്ടത്, ഈ വീട്ടിൽ പാർക്കുന്നവർക്ക് വലിപ്പം തോന്നുന്ന വിധത്തിലുള്ള വീട് വെക്കുക. വാസ്തവത്തിൽ ജിമ്മിച്ചേട്ടൻ്റെയൊക്കെ ഒരു പെഡഗോജി എന്ന് പറയുന്നതും ഇടപെടലെന്ന് പറയുന്നതുമൊക്കെ ഈ ഹ്യൂമൻ സ്കെയിലായിരുന്നു. അപ്പോൾ അതാണ് ഒരു ഒന്നാമത്തെ ഒരു വിചാരം. രണ്ട്, ഈ നർച്ചർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ, കുട്ടികൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഒരു 10 തെങ്ങുള്ള ഒരു കുടുംബത്തിന് ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. അതിനകത്തുനിന്ന് ഒരു ശരാശരി 10-30 തേങ്ങ വീഴും. അതുകൊണ്ട് കുറച്ച് വിൽക്കാം, 1-2 തെങ്ങ് ചെത്തിന് കൊടുക്കും, പിന്നെ ചകിരി കയറ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10 തെങ്ങുണ്ടെങ്കിൽ ഒരു വീടിന് ജീവിക്കാൻ പറ്റുമായിരുന്നു. അതിന് ആ വീടിനെ പാകപ്പെടുത്തിയത് ആ തെങ്ങിന് കൊടുത്ത ശ്രദ്ധയാണ്. തെങ്ങിനെ വളരെ ഗൗരവമായിട്ട് എടുത്തു. വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ തെങ്ങിന് പൊതയിട്ടിട്ട് തെങ്ങിന് നനക്കാൻ വേണ്ടി പുരുഷന്മാരുടെ സംഘങ്ങളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെയുള്ള അതിൻ്റെ ഒരു ആതിരൂപമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. 10-15 ചെറുപ്പക്കാരിങ്ങനെ സംഘമായിട്ട് വന്നിട്ട് ഇങ്ങനെ വെള്ളമൊഴിക്കുകയാണ്. അങ്ങനെ നന കൊടുത്തും പൊത കൊടുത്തും വളം കൊടുത്തും. ഈ തെങ്ങെന്ന് പറയുന്നത് പാഠപുസ്തകത്തിലൊക്കെ പണ്ട് പറഞ്ഞാണ് കൽപ്പവൃക്ഷമായിരുന്നു. പക്ഷെ പിന്നീട് നനയില്ലാതെയായി, പൊതയില്ലാതെയായി, ശ്രദ്ധയില്ലാതെയായി, മാടത്തേക്ക് കൂടുകൂട്ടാനുള്ള ഒരിടമായിട്ട് മാത്രം തെങ്ങൾ ചുരുങ്ങി. ഇതെപ്പോഴും ജിമ്മിച്ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഏകമാണ്. ശ്രദ്ധയും പരിഗണനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനേയും മനോഹരമാക്കാൻ പറ്റും. നേച്ചർ എന്ന് പറയുന്ന സംഭവമുണ്ട്, പക്ഷെ അതിൽ തന്നെ അത്രയും കോൺട്രിബ്യൂട്ടിംഗ് അല്ല. നേച്ചറിൻ്റെ കൂടെ ഒരു നർച്ചർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം. അതിൽ വിശ്വസിച്ചിരുന്ന കൊണ്ടാണ് ഒരുപക്ഷെ പഠിക്കാൻ അത്ര നല്ലതല്ലെന്നൊക്കെ പറഞ്ഞ കുട്ടികൾ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുള്ള കുട്ടികൾ, കുടുംബസമാധാനം ഇല്ലാത്ത കുട്ടികളെയൊക്കെ ഇങ്ങനെ ഗൗരവമായിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചു തുടങ്ങി. അവരൊക്കെ എല്ലാ അർത്ഥത്തിലും പ്രകാശമുള്ള മക്കളായിട്ട് പരിണമിച്ചു. അപ്പോൾ നർച്ചർ എന്ന് പറഞ്ഞ സാധ്യതയുണ്ട്. വിശേഷിച്ച് ഗ്രാമീണ വിദ്യാലയത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആ നർച്ചറിനെ കുറിച്ച് കൂടിയാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഓർമ്മ ഇങ്ങനെ തട്ടിത്തടഞ്ഞു നിൽക്കാനുള്ള കടമ്പയല്ല, മറിച്ച് സ്പ്രിംഗ് ബോർഡാണ്. നിശ്ചയമായിട്ടും ഈ സ്പ്രിംഗ് ബോർഡിൽ കുത്തി കുറേ അധികം പേര് മുന്നോട്ട് പോകുമെന്ന് ധൈര്യമുണ്ട്. എൻ്റെ ഒരു പുസ്തകം ഈ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. എനിക്ക് ആ പുസ്തകം സമർപ്പിക്കാനായിട്ട് വേറെ ആളില്ല. പക്ഷെ ഞാൻ കാണിക്കേണ്ടിയിരുന്ന ഏക ഒരാൾക്കാണ് ആ പുസ്തകം സമർപ്പിച്ചത്. ഇത് വലിയ ടിക്ക് തന്നെയാണ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും പ്രധാനപ്പെട്ട ബന്ധമെന്ന് സിബ്ലിങ്സ് എന്ന് പറഞ്ഞ ബന്ധമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളിലും നമ്മൾ പറയുന്ന കഥകൾ അവർ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിച്ചൊരു കാലം നമ്മളോടൊപ്പം ജീവിച്ചിരുന്നത് സിബ്ലിങ്സാണ്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം എന്താണ് ഒരു സിബ്ലിങ്ങിൻ്റെ ഒരു വാല്യൂ, എന്താണ് അയാളുടെ ഒരു അഭാവം ഉണ്ടാക്കുന്ന വ്യത്യാസം എന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നുകൂടിയൊക്കെ ഒരു ചെറിയൊരു വീണ്ടും വിചാരം എനിക്കുണ്ടാകും. താങ്ക് യു സോ മച്ച്.